Hi guys, welcome back to my channel. So എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കീമിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കുറെ പേരൊക്കെ കോളേജ് കൊടുത്തു കാണും. ഈ കോളേജ് കൊടുക്കാനുള്ളവരുണ്ടായിരിക്കും. അപ്പോ നമുക്ക് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 6th ആണ്. ജൂലൈ 6th ക്ലോസ് ചെയ്യും. 7th ട്രയൽ അലോട്ട്മെന്റ് വരും ആൻഡ് 8th നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്. ഫീസ് 2000 റുപ്പീസും SC/ST അതേപോലെ OEC കാറ്റഗറിക്ക് 500 റുപ്പീസും ആണ് വരുന്നത്. ഇനി നിങ്ങൾ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ TKM കോളേജ് വെക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം. TKM 2 കോളേജ് ഉണ്ട്. അതായത് TKM IT ഉണ്ട്, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും ഉണ്ട്. സോ ഇത് മാറ്റി വെക്കരുത്. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിന്റെ കോഡൊക്കെ കറക്റ്റ് നോക്കിയിട്ട് അത് തന്നെ വെക്കുക. TKM IT എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ട്, അത് വേറേതാണ്. ഓക്കെ, ഇത് രണ്ടും കൊല്ലത്ത് തന്നെ ഉള്ളതാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്കറിയാലോ, ഇപ്പം ഫസ്റ്റ് അലോട്ട്മെന്റില് നിങ്ങളിപ്പോ കുറെ കോളേജസ് വെച്ചു. ഇപ്പം ഒരു 5 കോളേജസ് നിങ്ങൾ വെച്ചു. അതില് 5th കോളേജ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പിന്നെ അടുത്ത അലോട്ട്മെന്റിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് മുകളിലോട്ടുള്ളത് മാത്രമായിരിക്കും. അതായത് 5th കോളേജ് കിട്ടിയവർക്ക് അതിന് മുകളിലുള്ള 4, 3, 2, 1 ഈ കിടക്കുന്ന കോളേജുകൾ മാത്രമേ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ താഴോട്ടുള്ള കോളേജെല്ലാം ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ അത്ര ആഗ്രഹമുള്ള കിട്ടിയാൽ നിങ്ങൾ പോവും എന്ന് ഉറപ്പുള്ള കോളേജസ് എല്ലാം മുകളിൽ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്നും കിട്ടാതെ വന്നാൽ ഞാൻ ഈ കോളേജിൽ പോവും, അങ്ങനെ ഒരു അവസ്ഥയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കോളേജ് മാത്രം താഴോട്ട് വെക്കുക. അതായത് ഒന്നും കിട്ടിയില്ല എങ്കിൽ ഞാൻ അവിടെ പോവുള്ളൂ എന്നൊരു ഓപ്ഷൻ. നിങ്ങൾക്ക് വേണ്ട എല്ലാ കോളേജസും ആദ്യം വെച്ച് കൊടുക്കുക. കാരണം ഞാൻ ഒന്നുകൂടെ പറയാണ്, നിങ്ങൾക്ക് ഒരു കോളേജ് സെലക്ട് ആയി കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ടുള്ള കോളേജ് മാത്രമേ റീഅറേഞ്ച് ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് ഓപ്ഷനിൽ താഴോട്ടുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് ക്യാൻസൽ ആയി പോകും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾക്ക് ഒരു 5th കോളേജ് കിട്ടി, നിങ്ങൾക്ക് ഇനി സെക്കൻഡ് വെച്ച കോളേജ് വേണമെങ്കിൽ ആ ഓപ്ഷൻസ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്താലോ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ പറ്റുമല്ലോ ഓരോ കോളേജിലും എത്ര റാങ്ക് വരെയാണ് കട്ട് ഓഫ്, നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടുമെന്ന് ഒരു ഗസ് നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കാൻ പറ്റും. സോ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ കോളേജ് വെക്കുക. ഇനി കോളേജ് വെക്കാൻ പോകുന്ന സമയത്ത് ചുമ്മാ പോയിട്ട് അവിടെ പോയി പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ആദ്യം കയ്യിലൊന്ന് എഴുതി വെക്കുക. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജാണ് ഓർഡർ ഒന്ന് എഴുതി വെക്കുക, ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ വെക്കുന്നത്. ഇപ്പൊ ചിലർക്ക് TKM തന്നെ CS ആയാലും ഓക്കെ, EC ആയാലും ഓക്കെ, EEE ആയാലും ഓക്കെ, അങ്ങനെയുള്ളവര് ഇപ്പൊ നിങ്ങൾക്ക് TKM ഫസ്റ്റ് പഠിക്കാൻ ഇഷ്ടമുള്ളത് CS ആണെങ്കിൽ ആദ്യം TKM CS തന്നെ വെക്കുക. പിന്നെ EC ആണെങ്കിൽ EC. കാരണം പിന്നെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ മുകളിലോട്ടുള്ള വെക്കാൻ പറ്റും. അല്ല നിങ്ങൾ ഒരു ഓർഡറും ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ ക്യാൻസൽ ആയി പോകും. ഇനി പറയാനുള്ള കാര്യം, നിങ്ങൾ എഴുതി വെക്കുക. അതായത് എഴുതി വെക്കുകയോ നോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുക. അതായത് നിങ്ങൾ ഏത് ഓർഡറിലാണ് കോളേജ് വെക്കാൻ പോകുന്ന, ഏതൊക്കെ കോളേജസ് വെക്കുന്നുണ്ട്, ഏതൊക്കെ കോഴ്സസ് വെക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് അതുമായിട്ട് അക്ഷയ സെന്ററിൽ പോയിട്ട് അപേക്ഷിക്കാൻ നോക്കുക. അല്ലാതെ ഒരു ഇതും ഇല്ലാതെ അവിടെ പോയിട്ട് തിരിച്ചും മറിച്ചൊക്കെ പറഞ്ഞു കൊടുത്താൽ കിട്ടത്തില്ല. ഇനി നിങ്ങൾക്ക് 3 അലോട്ട്മെന്റിൽ നിങ്ങൾ കോളേജസ് വെച്ചു, പക്ഷെ ഈ 3 അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജസും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച പൈസ റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇത്രയേ ഉള്ളൂ. ബൈ.